ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് പെരുന്നാൾ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ. വിത്ത് ഷോളിൻ്റെ അജ്രാക്കിൽ വരുന്ന വിത്ത് ഷോൾ നൈറ്റി മെറ്റീരിയൽ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ആണ്. ഇതിനകത്ത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക. കാരണം നമ്മളിപ്പം വരുന്ന എല്ലാ സ്റ്റോക്കും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറില്ല, കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് എന്നുള്ളത് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇടുന്ന വീഡിയോസിലും അത് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന വീഡിയോയ്ക്കകത്ത് കുറച്ച് ഡീറ്റെയിൽസും കൂടെ ഓർഡർ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഡിസൈൻസ് കാണുന്നതിൻ്റെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഡിസൈൻസ് കണ്ടല്ലോ, ഇതിൽ ബ്ലൂവും മെറൂണും കോഫി ബ്രൗണും ആണ് കളേഴ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ആ മെറ്റീരിയലിൻ്റെ തന്നെ ഡിസൈൻ വരുന്ന ഷോളും ആണ് വരുന്നത്. 2 മീറ്റർ ഷോളാണ്, 290 മീറ്റർ നൈറ്റി മെറ്റീരിയലാണ് കേട്ടോ വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസാണ്. ഇതുപോലെയാണ് ഷോളിൽ ചെറിയൊരു ബോർഡറൊക്കെ വന്നിട്ടുണ്ട്. ഡിസൈൻസ് മെറ്റീരിയലിലെ അതേ ഡിസൈനാണ് ഷോളിലും വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണ്, ഏത് കളറാണ് വേണ്ടതെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക. പിന്നെ ഇപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, സീസൺ ടൈം ആകുമ്പോഴും അതുപോലെ തന്നെ നമുക്കിങ്ങനെ പെരുന്നാളൊക്കെ അടുത്തടുത്ത് വരികയാണല്ലോ, വിഷു അങ്ങനെയുള്ള, ഇനി ഈസ്റ്റർ ഉണ്ട്. അപ്പം ഏറ്റവും ഫസ്റ്റ് എനിക്ക് തോന്നുന്നു പെരുന്നാളിൻ്റെ ആണ് വരുന്നത്. അപ്പം ഈ എത്താനാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തിട്ട് ഇന്ന് തന്നെ സെൻഡ് ചെയ്യണമെന്ന് പറയുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആണെന്നറിയാം, എങ്കിലും നമുക്കും ഇവിടെ സീസൺ ടൈമിൽ കുറച്ചധികം തിരക്ക് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നാണ് ഓർഡർ വരുന്നത് അതിൻ്റെ പിറ്റേ ദിവസം, അതായത് പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം മാത്രമേ നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മളത് എങ്ങനെ നോക്കിയാലും നമുക്ക് അന്നന്ന് വരുന്ന പേയ്മെൻറ്റിൻ്റെത് അന്നേരം കൊണ്ടുപോയി അയക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം നമ്മളിവിടെ ഓർഡേഴ്സ് എടുത്തുകൊണ്ടേ ഇരിക്കണം. അതേപോലെ തന്നെ തലേദിവസം വന്നേക്കുന്ന പേയ്മെൻറ്റിൻ്റെത് രാത്രിയിലും കൂടെയൊക്കെ നിന്നിട്ട് വേണം നമ്മളതിൻ്റെ പാക്കിങ്ങും ബാക്കി അതിൻ്റെ അഡ്രസ്സും GST ബില്ലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് നമുക്കത് രാവിലെ തന്നെ ഇവിടുന്ന് കൊറിയർ വിടാനുള്ളതാണ്. അപ്പോൾ അത് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് വിട്ടതിന് ശേഷമാണ് അന്നത്തെ ദിവസത്തെ ഓർഡർ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതിന് ശേഷം അതുപോലെ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വരുന്ന മെസ്സേജുകളെല്ലാം കുറേ പേരൊക്കെ ഇങ്ങനെ ഇന്ന് തന്നെ അയക്കണം, എത്രയും പെട്ടെന്ന് അയക്കണം എന്ന് പറഞ്ഞിങ്ങനെ പറയാറുണ്ട്. അപ്പം എന്തായാലും നമ്മൾ പേയ്മെൻറ്റ് വരുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്ക് അയക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം ലോഡ് നല്ലോണം കൂടുതലാണ്, ഇപ്പോൾ ഓർഡേഴ്സ് നല്ലോണം കൂടുതലാണ്. അപ്പോൾ അത് നമ്മൾ മാക്സിമം നിന്ന് വർക്ക് ചെയ്തിട്ടാണ് അതിൻ്റെ പാക്കിങ്ങും ബാക്കി കാര്യങ്ങളും ചെയ്ത് അടുത്ത ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് കൊറിയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ കിട്ടാനുള്ള ദിവസവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതും ഒക്കെ നിങ്ങൾ കസ്റ്റമേഴ്സിനോടാണെങ്കിലും പറയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അതുപോലെ തന്നെ വർക്കിംഗ് ഡേയ്സ് വരുന്നത്, കൊറിയർ ആണെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സും പോസ്റ്റലാണെങ്കിൽ 5 വർക്കിംഗ് ഡേയ്സുമാണ് ഡെലിവറി ടൈം വരുന്നത്. അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ നോക്കണേ, എല്ലാം ഇതുപോലെ തന്നെ വരുന്ന ഡിസൈനാണ്. ഷോളും കാണിച്ചിട്ടുണ്ടല്ലോ, എല്ലാം നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയാതെ നമുക്ക് പറയുകയും കൂടെ ചെയ്തെങ്കിലാണ് ഇത്. ചിലപ്പം ചില ആൾക്കാർ സ്കിപ്പ് ചെയ്തൊക്കെ ആയിരിക്കും കേൾക്കത്തൊന്നും ഇല്ലായിരിക്കും, എന്നാലും നമ്മൾ കേൾക്കുന്നവർക്ക് അത്രയെങ്കിലും പേര് മനസ്സിലാക്കിക്കോളുമല്ലോ എന്ന് വിചാരിച്ചാണേ. അപ്പോൾ അങ്ങനെയാണ് ഡെലിവറി ടൈം വരുന്നത്. ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റൽ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും കാര്യങ്ങൾക്കും ഉള്ള ടൈമിനനുസരിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഡ്രസ്സും കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടത് എന്നുള്ള ആ ഒരു ഡീറ്റെയിൽസും കൂടെ സെൻഡ് ചെയ്ത് തന്നതിന് ശേഷമാണ് ബില്ല് അയക്കുന്നത്. പിന്നെ കുറേ മെസ്സേജുകൾ വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം അയക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്നതനുസരിച്ചിട്ടാണ് ബാക്കി അത് കഴിഞ്ഞ് അയക്കുന്നവരുടെയൊക്കെ മെസ്സേജ് റിപ്ലൈ തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിച്ചിരി സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന ഡിസൈൻസ് രാജവാദി കളക്ഷനാണ്. ഇപ്പം നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും അജ്രക് ടൈപ്പ് ഡിസൈൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് കാണിച്ചേക്കുന്നതും ഇതും തമ്മിൽ റേറ്റും ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ ഡാർക്ക് കളർ, നല്ല കട്ട കളറാണ് കേട്ടോ, നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സ്, അതായത് നല്ല ഭംഗിയുള്ള ഡാർക്ക് കളർ ഷെയ്ഡ്സാണ് ഇതിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഷോള് അതേ ബോർഡറൊന്നുമില്ല, ഇങ്ങനെ തന്നെ മെറ്റീരിയൽ ഡിസൈൻ തന്നെയാണ് ഷോളിലും വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം വിത്ത് ഷോളിൻ്റെ കളക്ഷൻസൊക്കെ നമ്മളിത് ഇപ്പം വീഡിയോ മാത്രം കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഇവിടെ കാറ്റലോഗിൽ കളക്ഷൻസ്, അജ്രക്കിൻ്റെ കളക്ഷൻസ്, വിത്ത് ഷോളിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥിരമായിട്ട് എടുക്കുന്നവർ കാറ്റലോഗ് നോക്കി ഒരുപാട് പേര് പർച്ചേസ് ചെയ്തു. നമുക്കിപ്പം വീഡിയോ ആയിട്ടിപ്പോൾ നമുക്ക് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാതെ തന്നെ നമ്മളെ കാറ്റലോഗിൽ നിന്ന് തന്നെ നമുക്ക് സീസൺ ടൈമിൽ നല്ല തിരക്കിൽ ഓർഡേഴ്സ് പോകുന്നുണ്ട്. അപ്പം
അതുകൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പെരുന്നാളിൻ്റെ ടൈമിന് വേണ്ടിയിട്ട് വിചാരിച്ചത്രയും ഐറ്റംസ് നമുക്ക് സെയിലാക്കാൻ പറ്റി, എല്ലാവർക്കും ഇറക്കി കൊടുക്കാൻ പറ്റി. അതായത് 320 കളക്ഷൻസും വിത്ത് ഷോളിൻ്റെ ആണെങ്കിലും പിന്നെ ബാക്കി അതിൻ്റെ കൂട്ടത്തിൽ 290 രാഹുൽ, ഗൗരവ്, ഋത്വി അതങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ 2 വീഡിയോയ്ക്കുള്ള ഐറ്റം കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇന്നും ഇതേപോലെ തന്നെ കളക്ഷൻസ് പുതിയത് ഈ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ഇതെല്ലാം നമ്മൾ കാറ്റലോഗിലുണ്ടാവും. പിന്നെ നമുക്ക് അത് കൂടാതെയുള്ള ബാക്കി ലോ റേറ്റിൻ്റെത് അതൊക്കെ നമ്മൾ തീരുന്ന അനുസരിച്ച് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ നിങ്ങൾ പുതിയ കളക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച സെയിലാക്കിയതിൻ്റെ ബാലൻസ് ഉള്ള കളക്ഷൻസ് ആയിരിക്കും ശനിയാഴ്ച ഞായറാഴ്ച നമ്മളെ കാറ്റലോഗിൽ കാണുക. അപ്പം അങ്ങനെ ആ സമയത്തും നമുക്ക് ഈ കാറ്റലോഗിൽ നിന്ന് ഒത്തിരി ഓർഡേഴ്സ് വരാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കളക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുന്നത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ ഗ്യാപ്പിട്ട് വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം ഒന്ന് കേട്ടിട്ട് ഓർഡർ ചെയ്യുക. പിന്നെ സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം പെട്ടെന്ന് വീഡിയോസും കൂടെ ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. എന്നാലും ഇപ്പം എല്ലാ സമയവും ഒരുപോലെ ഓർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഒത്തിരി താങ്ക്സ് പറയാണ്. പിന്നെ അതേപോലെ തന്നെ മിനിമം എടുക്കേണ്ട ഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് 10 പീസാണ്. ഇതിലുള്ള റേറ്റിൽ കിട്ടണമെങ്കിൽ അത് എല്ലാ ഐറ്റംസും നമ്മൾ സെയിൽ ചെയ്യുന്ന എല്ലാ ഐറ്റംസും മിനിമം 10 പീസിന് മേളിലോട്ട് എടുക്കുമ്പോഴാണ് ഈ ഒരു ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നത്. 10 പീസിൽ താഴെ എടുക്കുമ്പം റീറ്റെയിൽ പ്രൈസാണ്. റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ് എക്സ്ട്രാ വരുന്നത് കേട്ടോ. അത് കാറ്റലോഗിലുള്ള റേറ്റ് ആണെങ്കിലും വീഡിയോയിൽ കാണിക്കുന്ന റേറ്റ് ആണെങ്കിലും ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്